ഇങ്ങനെ ബോച്ച് വിൻ രജിസ്റ്റർ ചെയ്യാന്നുള്ള കാര്യം നോക്കാം. നമുക്ക് മേളിൽ കാണുന്ന സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കാണുന്ന സമയത്ത് സൈൻ അപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ ഏറ്റവും ബോട്ടം കാണിക്കും. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ ചോദിക്കും. അതിൽ കൃത്യമായിട്ട് നമ്മുടെ പേര്, ഫുൾ നെയിം എന്താണ്, അതേപോലെ ഫോൺ നമ്പർ, പാസ്വേഡ്, മെയിൽ ID, സ്റ്റേറ്റ് ഏതാണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഡെമോ ആയിട്ട് ഒന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. അതിൽ ഫുൾ നെയിമായിട്ട് AKSH എന്ന് കൊടുത്തു, ഫോൺ നമ്പർ കൊടുത്തു, പാസ്വേഡ് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡിൽ നമുക്കൊരു അപ്പർ കേസ് ഉണ്ടായിരിക്കണം, അതേപോലെ ലോവർ കേസ് ഉണ്ടായിരിക്കണം, അതായത് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം, ഒരു നമ്പർ ഉണ്ടായിരിക്കണം, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടതാണ് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നത്. അത് കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ കൊടുക്കുക. മിനിമം 8 ക്യാരക്ടർ ടോട്ടൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം ഇമെയിൽ ID കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ സ്റ്റേറ്റ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾ കേരളത്തിൽ നിന്നാണോ തമിഴ്നാട്ടിൽ നിന്നാണോ എവിടെ നിന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ നമ്പർ മസ്റ്റായിട്ട് എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഒരു OTP വരും, കൃത്യമായിട്ട് കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക. ആ സമയത്ത് നമുക്ക് നമ്മുടെ പേര് നമുക്ക് അതിലോട്ട് കാണിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈൽ കാണിക്കുന്നതാണ്. അതിലിപ്പോൾ ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള എമൗണ്ടും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും.